ഡോക്ടർ സേവിയെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സത്യമറിയാൻ പുറത്തൊരാൾ വേണം. അതുകൊണ്ടാണ് കൃഷ്ണദാസ് പിടി തന്നതല്ലേ? സുധാകരൻ പയ്യാരത്ത് താങ്കൾക്ക് പകരം ദുബായിൽ പോയ ഞങ്ങൾ മാത്രം കണ്ടിട്ടുള്ള രേഖകളിലെ അലക്സാണ്ടർ ആരാണ് അയാള്? അത് താങ്കൾ അയാളോട് ചോദിക്കുന്നു സാർ. പ്രിയപ്പെട്ട പലരും പലതും നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. മറ്റാരെക്കാളും നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓസ്ലർ. മറ്റെല്ലാവരുടെയും മക്കളെ ടാർഗറ്റ് ചെയ്ത് താങ്കൾ സേവിയുടെ അമേരിക്കയിലുള്ള മകളെ മാത്രം വെറുതെ വിട്ടു. കാരണം സേവിക്ക് കൊടുക്കുന്ന ശിക്ഷ അത്ര പേഴ്സണൽ ആയിരിക്കണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നു. Am I right? ഒരിക്കലും ഒരു നീതിമാനെ അല്ല നിങ്ങൾ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഓസ്ലർ. ഞങ്ങളുടെ ഈ ദൗർഭാഗ്യങ്ങൾക്കെല്ലാം കാരണക്കാരായവരെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കെതിരെ തെളിവുകളില്ല, സാക്ഷികളില്ല. പക്ഷേ അവരെല്ലാവരും ഇപ്പൊ കരയുന്നുണ്ട്. ഞങ്ങൾക്കത് മതി. വി ആർ ഹാപ്പി വിത്ത് ദാറ്റ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഞങ്ങളുടെ കഥ അറിയാമല്ലോ. അത് മതി, അത് മാത്രം. ഒരാളുടെയും ജീവൻ എടുക്കുന്നത് അനുവദിക്കാൻ നിയമം പറയുന്നില്ല അലക്സാണ്ടർ. പിന്നെ നിങ്ങൾ കൊന്ന 3 പേരും മരണം അർഹിക്കുന്നവരായിരുന്നില്ല. അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്നവന്റെ മുന്നിൽ തെറ്റുകൾ ഉണ്ടാവില്ല ഓസ്ലർ. ശരികൾ മാത്രമേ കാണൂ. ഓക്കെ, സീ യു ടുമോറോ. നാളെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉള്ളതല്ലേ? ടേക്ക് റെസ്റ്റ്. സേവിയോടൊന്ന് സംസാരിക്കാൻ പറ്റും? ഇദ്ദേഹത്തെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഓസ്ലർ വരണോ സാർ? അകത്താണ്. സാർ അയാൾ റിക്വസ്റ്റ് ചെയ്യുന്ന വെച്ചിട്ട് സാറിന് താല്പര്യം ഉണ്ടായി കണ്ടാൽ മതി. ആർക്കും പരാതിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ പോലീസ് എന്ത് ചെയ്യാന്? What a small world, and here we meet again. Indeed. പണ്ട് എച്ചോടി പറഞ്ഞതുപോലെ നീ പിന്നീട് ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ കത്തിവെച്ചിട്ടില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റി പ്രശസ്തനായ ഫോറൻസിക് സർജനായി പേരെടുത്തു റിട്ടയർ ചെയ്തു. അടുത്തയാഴ്ച ആത്മകഥാ പ്രകാശനത്തിൽ എത്തിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ആക്സിഡന്റ് കഴിഞ്ഞ് മാസങ്ങളോളം ഞാൻ കോമയിൽ കിടന്നിട്ടും നിങ്ങൾ ആരും ഒന്നും എന്നെ കാണാൻ വന്നില്ല. ഈ കൃഷ്ണദാസിനെ കുറിച്ച് വെറുതെ ഒന്ന് തിരക്കിയത് പോലുമില്ല. നീ കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങളും കൂടി അനുഭവിച്ചത്. പിന്നെ ഇയാളാരാ? സേവി, കുറ്റബോധമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അപകടകാരികൾ. നീ എത്രയൊക്കെ വളച്ചൊടിച്ചാലും എത്രയൊക്കെ കള്ളം പറഞ്ഞാലും നിയമം നിന്നെ രക്ഷിച്ചെടുത്താലും ഞങ്ങളെ കൊല്ലാതെ കൊന്ന കുറ്റത്തിൽ നിന്നെ കുളിച്ചൂടാനാവില്ല. എടാ അലക്സേ, അന്ന് നീ തന്നെയായിരുന്നു പുണ്യാളൻ, ഇന്ന് നീ തന്നെ അല്ലേ? നിനക്കറിയാലോ, ദൈവം ചിലരെ വളർത്തും, ചിലരെ തളർത്തും. അത് ഓരോരുത്തരുടെ വിധി. ഇന്ന് ഞാൻ ജീവനോടെ നിന്റെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ ന്യായവും ദൈവമൊക്കെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. കറക്റ്റാണ് സേവി. ദൈവവും പരദീസയൊക്കെ എന്നേ കൈവിട്ടവരാണ് ഞാനും ഈ മിണ്ടാപ്രാണിയൊക്കെ. പക്ഷേ
ചെകുത്താൻ ചിലപ്പോൾ നേരിട്ടിറങ്ങും ഞങ്ങളെ രക്ഷിക്കാൻ. അന്ന് അയാളുടെ കയ്യിൽ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. Whatever it is, be in hell with your devil, Alexander Joseph. Good luck. ഗുഡ് ലക്ക്. Thank you for saving my life, Osler. നിങ്ങൾ മരിക്കേണ്ട ആളായിരുന്നു ഡോക്ടർ. ഐ ആം സോ സോറി ദാറ്റ് യു ആർ സ്റ്റിൽ അലൈവ്. But I am so sorry that you are disappointed.